2018-19 സീസൺ മെസ്സിയുടെ ഏറ്റവും ബെസ്റ്റ് ഇൻഡിവിജ്വൽ സീസൺ ആണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? കാരണം ഞാൻ പറഞ്ഞ കാരണങ്ങളുണ്ട്. ഈ വീഡിയോ ലാസ്റ്റ് വരെ കണ്ടോളൂ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണമെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ആർവൈൻ ടോക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2018-19 സീസണിൽ മെസ്സി ക്യാപ്റ്റനായി ഫുൾ റെസ്പോൺസിബിലിറ്റി എടുത്ത സീസണാണ് കേട്ടോ. ഒന്നാമത്തെ സീസണായിരുന്നു. കാരണം അതിന് മുന്നത്തെ സീസണിൽ ഇനിയസ്റ്റ ആയിരുന്നു ക്യാപ്റ്റൻ എന്ന് നമുക്കറിയാം. ഇനിയസ്റ്റ ബാഴ്സലോണ വിട്ടു പോയപ്പോൾ പിന്നെ ആ ഫുൾ റെസ്പോൺസിബിലിറ്റി മെസ്സിയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് പോയത്. ആ സീസണിൽ തന്നെ നമുക്ക് ലാ ലീഗ ടൈറ്റിൽ വിൻ ചെയ്ത് ചാമ്പ്യൻസ് ലീഗിന് സെമി ഫൈനൽ വരെ എത്തി. ഇങ്ങനെ കുറേ കാര്യങ്ങൾ ടീമിന് വേണ്ടി നേടി കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇൻഡിവിജ്വലി നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളതെന്നുള്ളത്. അങ്ങനെ ആ സീസൺ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 50 കളികളിൽ നിന്ന് 51 ഗോളുകളും 19 അസിസ്റ്റുകളാണ് നേടിയിട്ടുള്ളത്. അതിൽ ചാമ്പ്യൻസ് ലീഗിൽ 12 ഗോളും 3 അസിസ്റ്റും, ലാ ലീഗയിൽ 36 ഗോളും 13 അസിസ്റ്റും, സ്പാനിഷ് സൂപ്പർ കപ്പിൽ 1 ഗോളും, അതുപോലെ തന്നെ കോപ്പ ഡെൽ റേയിൽ 3 ഗോളും 2 അസിസ്റ്റുമാണ് ആ ഓൾ സീസണിൽ മെസ്സി ബാഴ്സലോണയ്ക്ക് വേണ്ടി നേടിയിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ ഒരു ഗുഡ് സീസൺ എന്ന് പറയാൻ പറ്റില്ല, ഡൊമിനൻ്റ് സീസൺ തന്നെ പറയാം അല്ലേ. എൻറ്റയർലി ഡൊമിനേറ്റ് ചെയ്തൊക്കെയാണ് ആള് ആ ഒരു സീസണിൽ. ലാ ലീഗയിൽ മെസ്സിയുടെ പൂർണ്ണമായിട്ടുള്ള കൺട്രോളായിട്ട് നമ്മൾ കണ്ടത് ആ സീസണിൽ. അതുപോലെ തന്നെ ഒരു കംപ്ലീറ്റ് ഒരു ഗെയിമിൻ്റെ ടെമ്പോ വരെ കൺട്രോൾ ചെയ്തിരുന്നു എന്നുള്ളതാണ്. ഒരു 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറഞ്ഞുതരാം. ഒരു ഡീപ്പ് പൊസിഷനിൽ വന്ന് പ്ലേ ബിൽഡ് ചെയ്യുന്ന ഒരാളായിരുന്നു മെസ്സി എന്നത് ബാഴ്സലോണ ടീമിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ടൈറ്റ് സ്പേസിൽ വന്ന് ഒരുപാട് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യം ഫ്രീ കിക്ക് മാസ്റ്റർ ക്ലാസ്. നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഫ്രീ കിക്കുകൾ നേടിയിരുന്നു ആ സീസണിൽ അല്ലേ. ഒരുപാട് ഫ്രീ കിക്കുകൾ നേടിയിരുന്നു. ആ സീസണിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒപ്പോണൻസിന് മെസ്സി ഒന്ന് പൂട്ടാൻ പോലും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഏത് ടീമിനെടുത്തായാലും എൻ്റെ നല്ലൊരു പെർഫോമൻസ് തന്നെ ലാ ലീഗയിൽ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ചാമ്പ്യൻസ് ലീഗ് എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ആ സീസണിലെ ടോപ്പ് സ്കോറർ ആരായിരുന്നു? മെസ്സി ആയിരുന്നു. 12 ഗോളുകളായിരുന്നു നേടിയിരുന്നത്. 3 അസിസ്റ്റ് നേടിയിരുന്നു. ബാഴ്സലോണ എന്ന ടീമിനെ മെസ്സി സെമി ഫൈനൽ വരെ എത്തിച്ചു. അയാളുടെ ഒരു ഇൻഡിവിജ്വൽ പെർഫോമൻസ് കൊണ്ട് തന്നെയാണ് അവിടെ എത്തിയത്. നമുക്ക് ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മൾ കണ്ണുകൊണ്ട് കണ്ടതാണ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെതിരെ എന്ത് നല്ല പെർഫോമൻസ് ആയിരുന്നു. ലിയോണിനെതിരെയും അത്യാവശ്യം ഗ്രൂപ്പ് റൗണ്ടിലാവട്ടെ നോക്കൗട്ടിലൊക്കെ നല്ല അടിപൊളി കളി തന്നെയായിരുന്നു മെസ്സി ബാഴ്സലോണയ്ക്ക് വേണ്ടി നേടിക്കൊടുത്തതെന്നുള്ളതാണ്. പക്ഷേ ലിവർപൂളിനെതിരെ 1-ാം ലെഗിലും അടിപൊളി ആയിരുന്നു. ലിവർപൂളിന് ഫസ്റ്റ് ലെഗിലും അതിൻ്റെ നല്ല അടിപൊളി ഫ്രീ കിക്ക് അത് ഇപ്പോഴും കണ്ടാൽ രോമാഞ്ചാണ്. കാരണം അമ്മാതിരി ഫ്രീ കിക്കായിരുന്നു. ആരും പോലും പ്രതീക്ഷയിലായിരുന്നില്ല അത് ഗോളാവും എന്നുള്ളത്. അങ്ങനെ ഒരു ഫ്രീ കിക്ക് ഉണ്ടായിരുന്നു 1-ാം പാദത്തിൽ. പക്ഷേ 2-ാം പാദത്തിൽ പാളി. അതെ, ടീമെന്ന നിലയിൽ ടീമിനൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഡിഫൻസൊക്കെ എൻറ്റയർലി ശോകമായിരുന്നു. എന്നിരുന്നാലും മെസ്സി മോശമാക്കിയിരുന്നില്ല. നല്ലൊരു കളി തന്നെ, ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തിരുന്നു. ഫിനിഷിങ്ങിലുള്ള പോരായ്മകൾ, അതായത് നമ്മുടെ സ്ട്രൈക്കേഴ്സ് അതുപോലെ തന്നെ വിങ്ങേഴ്സുള്ള ഫിനിഷിങ്ങിൻ്റെ പോരായ്മ കൊണ്ട് മാത്രമാണ് ആ ഒരു കളി അന്ന് അവിടെ ലോസ് ആയതെന്നുള്ളതാണ്. ആ സെമി ഫൈനൽ നമുക്ക് മനസ്സിലാക്കുക കാര്യം എന്ന് വെച്ചാൽ ഇൻഡിവിജ്വൽ പെർഫോമൻസോട് കൂടി അധിക ദൂരം നമുക്ക് പോകാൻ കഴിയില്ല എന്നുള്ളതാണ്. കാരണം ഫുട്ബോൾ എന്നുള്ളത് ഒരു ടീം ഗെയിമാണ്. അത് ആ സീസണിൽ നമുക്ക് മനസ്സിലായി. ഒരാളെ കൊണ്ട് ഒറ്റയ്ക്ക് കൂട്ടിയാൽ കൂടൂല എന്ന് പറയുന്നത് നമ്മൾ പറയുമല്ലോ, അങ്ങനെ പറയാറുണ്ട്. പക്ഷേ ഇവിടെ മെസ്സിക്ക് പരമാവധി എത്തിക്കാൻ പറ്റുന്നവർ എത്തിച്ചു. അവിടെ ഒരു ടീമിൻ്റെ ഒരു പെർഫോമൻസ് കൂടി വേണ്ട സമയത്ത് അത് ഉണ്ടായില്ല. ഡിഫൻസിൽ എൻറ്റയർലി ലോസ് ആയതുകൊണ്ട് മാത്രമാണ് അന്ന് തോറ്റത് എന്നുള്ളതാണ്. 18-19 സീസണിൽ മെസ്സി ശരിക്കും പറഞ്ഞാൽ സ്ട്രൈക്കറല്ല, വിങ് തന്നെ ആയിരുന്നു. പക്ഷേ ഒരു പ്ലേ മേക്കറും കൂടി തന്നെയായിരുന്നു എന്നുള്ളതാണ്. കാരണം ഗോൾ അടിപ്പിക്കും, ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യും. എൻറ്റയർലി എല്ലാ സ്റ്റാറ്റ്സ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും ആളുണ്ടാവും മുൻപന്തിയിൽ നിൽക്കുന്നത്. ഒരു ഗെയിം എങ്ങനെ കൺട്രോൾ ചെയ്യണം, ഒരു അറ്റാക്ക് വരുമ്പോൾ അത് എങ്ങനെ ഏത് സമയത്ത് ആക്സലറേറ്റ് ചെയ്യണം, എങ്ങനെ ഗോൾ അടിപ്പിക്കണം എന്നുവരെ ആളുടെ കൺട്രോളായിരുന്നു എന്നുള്ളതാണ് ആ സീസണിൽ ക്യാപ്റ്റൻ എന്ന നിലയ്ക്ക് എല്ലാ പ്രഷറും ഹാൻഡിൽ ചെയ്ത് ടീമിൻ്റെ പെർഫോമൻസിൻ്റെ റെസ്പോൺസിബിലിറ്റി കാര്യങ്ങളൊക്കെ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്ന സീസണായിരുന്നു ബാഴ്സലോണയിൽ മെസ്സിക്ക്. പക്ഷേ ആളുടെ പെർഫോമൻസിന് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. എൻറ്റയർലി മെച്യൂരിറ്റി ലീഡർഷിപ്പ് ഒരുമിച്ച് കൂടിയ ഒരു ഐറ്റം ആയിരുന്നു ആ സീസൺ നമുക്ക് കാണാൻ പറ്റിയത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ആ സീസൺ 2018-19 ചാമ്പ്യൻസ് ലീഗ് അടിച്ചിരുന്നുവെങ്കിൽ മെസ്സിയുടെ ഹിസ്റ്ററി തന്നെ ഏറ്റവും ബെസ്റ്റ് ഇൻഡിവിജ്വൽ പെർഫോമൻസ്, ഒരു പ്ലെയറിൻ്റെ ബെസ്റ്റ് ഇൻഡിവിജ്വൽ പെർഫോമൻസിൻ്റെ സീസണായിട്ട് കണക്ക് കൂട്ടൂലേ? നിങ്ങൾ യോജിക്കുന്നുണ്ടോ? എന്തായാലും ഇതിനെക്കുറിച്ച് നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താ ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തി. മാത്രമല്ല നമ്മളെ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഫുട്ബോൾ കണ്ടന്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മളൊപ്പം ഒന്ന് കൂടിക്കൊള്ളട്ടോ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടും ലൈക്ക് ഷെയർ കമൻ്റ് ഒക്കെ ചെയ്തിട്ട് ഒന്നൊപ്പം കൂടിക്കോളി. ഇതുപോലത്തെ വീഡിയോസ് ഇനിയും വരാം. സോ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.